ഞാൻ വണ്ടി എങ്ങനെയാണ് നമ്മൾ വണ്ടിക്കകത്ത് കയറി ഓടിക്കുന്നത് എന്നുള്ളത് പറയാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് കയറി ഇരിക്കുകയാണ്. ഞാൻ വണ്ടിക്കകത്ത് കയറി ഇരുന്നു കേട്ടോ. ഞാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇട്ടു. ഓക്കെ, സൈഡ് മിറർ നോക്കി. സൈഡ് മിററിൽ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിയാമല്ലോ. 3 മിററും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബ്രേക്ക്, ക്ലച്ച്, ന്യൂട്രൽ. ന്യൂട്രലാണെന്ന് അറിയുന്നത് തേർഡ്, ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ. ഉറപ്പായി ക്ലച്ച് എന്ന് കാലെടുത്തു. ഇഗ്നീഷൻ സ്വിച്ച്, ആക്സിലേറ്റർ സ്റ്റാർട്ട്. വണ്ടി സ്റ്റാർട്ടായിട്ട് ഒരു ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ടു. ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ഹാൻഡ് ബ്രേക്ക് പിടിച്ച് വെച്ചേക്കുന്നത് ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്തിട്ട് ശകലം ആക്സിലേറ്റർ കൊടുത്തു വെച്ച് ക്ലച്ച് റിലീസ് ചെയ്തു. ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവൽ വണ്ടി മൂവ് ചെയ്യുന്നു, ഒരു പോയിന്റ് ചവിട്ടി. അപ്പം വണ്ടിയുടെ മൂവ്മെൻറ്റ് കറക്റ്റായി. ക്ലച്ച് റിലീസ് ചെയ്തു, സ്പീഡ് വരുത്തി, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറച്ചു. സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് അറിഞ്ഞല്ലോ. ശകലം അകത്തോട്ട് പിടിച്ചിട്ട് ഒന്ന് പുറകോട്ടാക്കി ഇടത്തോട്ടാക്കി പുറം. ക്ലച്ചിന്ന് പയ്യെ കാലെടുത്തു, എഞ്ചിൻ്റെ ഗ്രിപ്പ് കിട്ടി, ബാക്കിയെടുത്ത് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വന്നു, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ന്യൂട്രൽ തേർഡ്. പയ്യെ ക്ലച്ച് നിന്ന് കാലെടുത്തു, എഞ്ചിൻ്റെ ഗ്രിപ്പ് വന്നു, സ്പീഡ് വന്നു, പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ സ്റ്റിയറിംഗ് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ചേർന്ന് നമുക്കിപ്പം കംഫർട്ടബിളായി, അധികം നീണ്ടു പോകാതെ നമുക്ക് ഫോർത്ത് ഇടാൻ പറ്റി. നമ്മൾ ഉടനെ ഫോർത്തിലോട്ട് മാറ്റി ക്ലച്ച് നിന്ന് കാല് മാറ്റി താഴെ വെച്ച് വണ്ടി വെച്ചുകൊണ്ടിരിക്കും. ഒരു ബസ്സിനെ കണ്ടു, ഹോൺ അടിച്ചു, ബസ് വന്നു, അല്പം ലെഫ്റ്റ്, ബസ്സിനെ കഴിഞ്ഞു, റൈറ്റ്, റിട്ടേൺ. വീണ്ടും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നു, പോകുന്നു, അടുത്ത വണ്ടി വരുന്നു, ആക്സിലേറ്റർ കുറച്ചു, കാലൊന്ന് ബ്രേക്കിലൊന്ന് സ്ലോ ചെയ്തു, വീണ്ടും നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സാറ് പറയുന്നത് സ്റ്റോപ്പ് എന്ന് സാറ് പറഞ്ഞാൽ ഉടൻ ലെഫ്റ്റ്. ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ ഒരു കാര്യം മിസ്റ്റേക്ക് ആയി ചെയ്തിട്ടില്ല, ഇൻഡിക്കേറ്റർ ഇടണം. അപ്പം സാറ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു, ബ്രേക്ക് ചെയ്തു, സ്ലോ ചെയ്തു. വണ്ടി നന്നായി സ്ലോ ആയതിന് ശേഷം മാത്രം എങ്ങോട്ട്? ലെഫ്റ്റ് ഇട്ടിട്ട് വീണ്ടും അതുപോലെ റൈറ്റ് ഇട്ടിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ലെവൽ റിട്ടേൺ ചെയ്യണം. എന്നിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം, ക്ലച്ച് ഒന്ന് കാലെടുക്കണം, ഏത് പിടിക്കണം? ഇത്രയും. അപ്പോൾ ഒന്നുകൂടെ വണ്ടി എടുക്കുമ്പോൾ വേണം ബ്രേക്ക്, ക്ലച്ച്, ന്യൂട്രലാക്കി ക്ലച്ച് ഒന്ന് കാലെടുത്തു, ഇഗ്നീഷൻ സ്വിച്ച്, ആക്സിലേറ്റർ സ്റ്റാർട്ട് ആവണം, ക്ലച്ച് ചവിട്ടി, ഗിയർ ഇട്ടു, ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്തിട്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നു. ക്ലച്ച് പകുതി എത്തുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഓഫ് ചെയ്യണം. ഇൻഡിക്കേറ്റർ ഓഫ്, സ്പീഡ് വന്നു, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ, ക്ലച്ച് പയ്യെ റിലീസ്, സ്പീഡ് വന്നു, ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ആയാൽ പിന്നെ നമുക്ക് ടൈമുണ്ട്. കുറച്ചുകൂടെ പോയിട്ട് നല്ല കംഫർട്ടബിൾ ആകുമ്പോൾ ഫോർത്ത് ഗിയർ പോയിക്കൊണ്ടിരിക്കുന്നു. ഫോർത്ത് ഗിയർ ആകുമ്പോൾ ക്ലച്ച് നിന്ന് കാലുമാറ്റി താഴെ വയ്ക്കുന്നു, വണ്ടി ഇങ്ങനെ ഓടിക്കുന്നു. എപ്പോഴും നമ്മൾ ഈ റോഡിൽ തന്നെ നോക്കണം. അപ്പം ഒരു ഇറക്കം വന്ന് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും ചവിട്ടി, ഒപ്പം നമ്മൾ ഇറക്കമായിട്ട് നമ്മൾ തേർഡ് ഗിയറിലോട്ട് മാറ്റി ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, തേർഡ് ഗിയർ ഇട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, എന്നിട്ട് നമ്മൾ ബ്രേക്ക് വിടുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് പോലൊരു ഫീല് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞ് ആ വളവ് ഇങ്ങനെ നമ്മൾ പയ്യെ ബ്രേക്കിലൂടെ ചെയ്ത് സ്ലോ ചെയ്യണം. അപ്പോൾ ഒരു പ്രത്യേക വേഗതയ്ക്കകത്താവുമ്പോൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും ചവിട്ടണം. അത്ര ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് മാത്രം മതി. വളവ് കഴിഞ്ഞു, ലെവലായി, ഫ്രണ്ട് ക്ലിയറായി, സ്പീഡ് വരുത്തി, വീണ്ടും ഏത് ഗിയർ? ഫോർത്ത് ഗിയർ. വീണ്ടും അടുത്തൊരു വളവ്, ബസ്സിനെ കണ്ടു, ഹോൺ അടിച്ചു, ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്തു, ബ്രേക്കിനോടൊപ്പം ക്ലച്ചും ചവിട്ടി, ബസ് പോയി, തേർഡ് ഗിയർ, ക്ലച്ച് നിന്ന് കാലെടുത്ത് വീണ്ടും ആക്സിലേറ്റർ. അപ്പോൾ ഫ്രണ്ടിൽ ഓട്ടോറിക്ഷ ആളിനെ ഇറക്കുന്നു, ബ്രേക്ക് ചെയ്തു, ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടി ന്യൂട്രലാക്കി സെക്കൻഡ് ഗിയർ ഇട്ടു, ബ്രേക്കിൽ നിന്ന് കാലോട്ട് ആക്സിലേറ്റർ വെച്ചു, പയ്യെ ക്ലച്ച് റിലീസ് ചെയ്ത് പകുതി നിർത്തി, അടുത്ത ക്ലച്ച് റിലീസ്, സ്പീഡ് വരുത്തി, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ന്യൂട്രൽ തേർഡ്, വീണ്ടും ക്ലച്ച് റിലീസ് ചെയ്തു, സ്പീഡ് വരുത്തി, വീണ്ടും ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഗിയർ, വീണ്ടും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. സാറ് പറയുന്നു സ്റ്റോപ്പ്. അപ്പം നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റോഡിൽ തന്നെ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം. അതോടൊപ്പം ക്ലച്ചും ചവിട്ടണം. വണ്ടി നന്നായി സ്ലോ ആകുമ്പോൾ ബ്രേക്ക് ലൂസ് ചെയ്യണം. ഓടി വന്ന ഫോഴ്സിൽ വണ്ടി ലെഫ്റ്റ് എത്രയാണോ വരേണ്ടത് അത്രയും ഇത്രയും കൊണ്ടുവന്നിട്ട് അതുപോലെ വീണ്ടും നമ്മൾ റൈറ്റ് തിരിച്ച് ബോഡി ലെവലാവുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് നിർത്തണം, ന്യൂട്രലാക്കണം, ക്ലച്ച് നിന്ന് കാലെടുക്കണം, ഇൻഡിക്കേറ്റർ ഓഫ് ഹാൻഡ്. അപ്പോൾ സാറ് വണ്ടി നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സാറ് പറയണം ഇടതുവശത്ത് സ്പേസ് ഉണ്ട്, കംപ്ലീറ്റ് ഇറക്കാൻ പറയണം. ഉടനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക, ക്ലച്ച് വിട്ടുക, ഫസ്റ്റ് ഗിയർ ഇടുക, ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്തിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കണം, അവിടെ കുഴിയൊന്നുമില്ല. കാല് ആക്സിലേറ്ററിൽ വെച്ചോടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ തിരിക്കണം. പല സമയങ്ങളിലും നിങ്ങൾ സ്റ്റിയറിംഗ് തിരിയില്ല. എത്രയാണോ വരേണ്ടത് അത്രയും വന്നതിന് ശേഷം അതുപോലെ ക്ലച്ചിനെ ഒരു പോയിന്റ് ചവിട്ടി വീണ്ടും റൈറ്റ് തിരിക്കണം. ഇങ്ങനെ റൈറ്റ് തിരിച്ച് വണ്ടിയുടെ ബോഡി ലെവലാവും. വീണ്ടും ക്ലച്ച് ചവിട്ടി 2 റൗണ്ട്, 1 2 തിരിയുമ്പോൾ വണ്ടി നേരെയായി. ക്ലച്ച് ബ്രേക്ക് ചവിട്ടി നോക്കി ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, ഹാൻഡ്. അപ്പോൾ റോഡിൽ നിന്ന് കംപ്ലീറ്റ് ഇറങ്ങി സാറ് പറയണം എടുക്കാം പോവാം എന്ന് പറയും. ഉടനെ വീണ്ടും ക്ലച്ചും ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ടു, കണ്ണാടി കൂടെ നമ്മൾ നോക്കി,
റൈറ്റ് ഇൻഡിക്കേറ്റർ ഹാൻഡ് ബ്രേക്ക്. അപ്പോൾ വണ്ടി റോഡിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്, റോഡിൽ നമ്മൾ കയറ്റുകയാണ്. നമ്മൾ കണ്ണാടിയെ നോക്കിക്കൊണ്ട് സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കണം? റൈറ്റ് തിരിഞ്ഞ് ഫ്രണ്ട് ടയർ റോഡിൽ കയറി അതിൻ്റെ മധ്യത്തെ സെൻട്രൽ ലൈനിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ എങ്ങോട്ട് തിരിക്കണം? തിരിച്ചിട്ട് വീണ്ടും വണ്ടി റോഡിൻ്റെ വെളിയിൽ ഇറങ്ങാതെ വീണ്ടും നമ്മൾ 2 റൗണ്ട് തിരിച്ചിരിക്കുമ്പോഴേ വണ്ടി റോഡിൻ്റെ ഇടതുവശം കറക്റ്റ് ആവും. അത് കഴിഞ്ഞാൽ സ്പീഡ് വരുത്തി സെക്കൻഡ് ഗിയർ, സ്പീഡ് വരുത്തി തേർഡ് ഗിയറിൽ പോകുമ്പോൾ സാറ് പറയും മതി സ്റ്റോപ്പ്. അപ്പോഴേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ചവിട്ടി ഇടത്തോട്ട് എത്രയാണോ കൊണ്ടുവരേണ്ടത് കൊണ്ടുവന്നു. അതുപോലെ തിരിച്ച് ബോഡി ലെവലായിട്ട് റിട്ടേൺ ചെയ്യാം. അടിപൊളി. അപ്പോൾ ഇത് നിങ്ങൾ എച്ചിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.